ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ അതാ ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിൻ്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. അപ്പോൾ നേരെ ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ സുമിത്രയും രഞ്ജിതയും കൂടെ സംസാരിക്കുകയാണ്. സുമിത്രയ്ക്ക് എന്തൊക്കെയോ ഒരു തെളിവ് കിട്ടിയെന്നും അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിലാണ് സുമിത്ര സംസാരിക്കുന്നതും ഒക്കെ മനസ്സിലായിട്ട് രഞ്ജിതയാണെങ്കിലോ അല്ല ഇപ്പം ഇങ്ങോട്ട് വന്നതിൻ്റെ ഉദ്ദേശം എന്താണാവോ, ഞാൻ എൻ്റെ മകനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്, നീ മര്യാദക്ക് അവനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പം നിന്റെ മകനെ ഞാനിവിടെ പിടിച്ചു വെച്ചിട്ടില്ലല്ലോ, നീ വിളിച്ചാൽ നിന്റെ മകൻ ഇറങ്ങി വരുമെങ്കിൽ നീ ഒന്ന് വിളിച്ചു നോക്ക്. അപ്പം സുമിത്ര പ്രതീക്ഷയെന്ന് വിളിക്കുകയാണ്. പ്രതീക്ഷ ആ വീട്ടിലില്ല എന്നുള്ള കാര്യം രഞ്ജിത പിന്നീട് നമ്മുടെ സുമിത്രയോട് പറയുകയാണ്. ശ്രീനിലയത്തിലേക്കാണ് പ്രതീക്ഷ പോന്നിട്ടുള്ളത്, നിന്നെ കണ്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ രഞ്ജിത സുമിത്രയോട് ഒരു ദേഷ്യഭാവത്തിൽ സംസാരിക്കുമ്പോഴത്തേക്കിനും സുമിത്രയാണെങ്കിലും രഞ്ജിതേ, നീ എൻ്റെ മകനെയും അതുപോലെ തന്നെ പൂജയും വെച്ച് എനിക്കെതിരെ ഈ കളിക്കുന്ന കളിയുണ്ടല്ലോ, അത് നിന്റെ നാശത്തിലേക്കുള്ള കളിയാണ്. നീ അടക്കി പിടിച്ചിരിക്കുന്ന സ്വത്തുക്കളൊക്കെ എൻ്റേതാവാനായിട്ട് അധികം സമയമൊന്നും വേണ്ടാന്നും പറഞ്ഞ് നമ്മുടെ രഞ്ജിതയോട് ദേഷ്യപ്പെട്ട് രഞ്ജിതയ്ക്ക് ഒരു താക്കീതും കൊടുത്തു. ഇനി മേലാൽ ഇതുമാതിരിയുള്ള കളിയുമായിട്ട് എൻ്റെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സുമിത്ര ആരാണെന്ന് നീ തിരിച്ചറിയുമെന്നും പറഞ്ഞ് അവളെ വെല്ലുവിളിച്ച് സുമിത്ര ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. പിന്നീട് നമ്മുടെ പ്രതീഷിനെ കാണിക്കുക. പ്രതീക്ഷിത ശ്രീനിലയത്തിലെത്തി. എത്തിയ പാടെ തന്നെ തൻ്റെ ചേട്ടനോടും ചേട്ടത്തിയോടും എൻ്റെ സ്വരമോൾ എവിടെയെന്ന് ചോദിക്കുമ്പം അനിരുദ്ധ് പറയുന്നുണ്ട്, പ്രതീക്ഷ നീ ആദ്യം അകത്തോട്ട് വാ, ഇവിടെ വന്നിരിക്ക്, സമാധാനമായിട്ട് സംസാരിക്കാമല്ലോ എന്ന് പറയുമ്പം നിങ്ങളോടൊക്കെ എന്ത് സംസാരിക്കാനാ, എനിക്ക് നിങ്ങളോട് ആരോടും ഒന്നും തന്നെ സംസാരിക്കാനില്ല, എനിക്ക് കാണേണ്ടത് എൻ്റെ കുഞ്ഞിനെയാണ്, അവൾ എവിടെയെന്ന് ചോദിച്ചു. അനനെയാണെങ്കിലോ കൊച്ചു സ്കൂളിൽ പോയിരിക്കുകയാണ്, പ്രതീക്ഷ നീ ഇങ്ങനെയൊന്നും വന്ന് പ്രശ്നം ഉണ്ടാക്കല്ലേ, ദയവ് ചെയ്ത് ഇപ്പം തന്നെ കുഞ്ഞിന് നിന്നെ കാണുന്നത് പോലും പേടിയാണ്, നീ അതൊക്കെ ഒന്ന് മനസ്സിലാക്ക്. നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് എൻ്റെ കൊച്ചിനെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. എടാ നീ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാന്നും പറഞ്ഞ് അനിരുദ്ധാണെങ്കിലും പ്രതീഷിനോട് സമാധാനപരമായിട്ട് സംസാരിക്കുകയാണ്. അപ്പം പ്രതീഷ് പറഞ്ഞു, നിങ്ങൾ എന്ത് കാര്യമാ എന്ത് ന്യായമാ എന്നോട് പറയാൻ പോകുന്നത്, ഇത്രയും വർഷം ഞാൻ ആ ജയിലിൽ കിടന്നിട്ട് എൻ്റെ അമ്മയോ അല്ല എൻ്റെ കൂടപ്പറപ്പുങ്ങളെന്ന് പറയുന്നവരോ ആരും തന്നെ എന്നെ തിരിഞ്ഞു നോക്കിയില്ലല്ലോ, എന്നിട്ടിപ്പം വലിയ ന്യായീകരണമൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു. നിങ്ങളുടെ ഒരു ന്യായവും കേൾക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല, ഞാൻ വന്നത് എൻ്റെ കുഞ്ഞിനെ കാണാനാണ്, അല്ല അവള് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് പണ്ട് ഇവിടെ ഒരു റൂം ഉണ്ടായിരുന്നു, അതിപ്പോഴും ഉണ്ടോ അതോ ആരെങ്കിലും കൈയടക്കിയോ എന്ന് പ്രതീക്ഷ ചോദിക്കുമ്പം ഇല്ലടാ എല്ലാം അതുപോലെ തന്നെ ഉണ്ട്, നീ ആദ്യം ഈ ദേഷ്യമൊക്കെ ഒന്ന് കളയ്, ഞങ്ങൾ പറയുന്നതൊക്കെ നീ ഒന്ന് സമാധാനമായിട്ട് കേൾക്ക്. സ്വരമോൾ ഇപ്പം എന്നെയും അനന്യയുമാണ് അച്ഛനും അമ്മയും ആയിട്ടും ഒക്കെ വിചാരിച്ച് വെച്ചിരിക്കുന്നത്, നീ അവളുടെ ആരാണെന്ന് പോലും അവൾക്ക് ശരിക്കും അറിയില്ല. അപ്പം നിന്നോട് ഉള്ള ബന്ധങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് സമയം വേണം. അത് മാത്രമല്ല അനന്യയാണെങ്കിൽ അവൾ സ്വന്തം മോളെ പോലെ തന്നെയാണ് സ്നേഹിക്കുന്നത്, ഞാനും അങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് കുഞ്ഞ് ഞങ്ങളുടേതല്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കും അത് താങ്ങാൻ പറ്റില്ലല്ലോ. ഞാനേ ഭദ്രമായിട്ട് എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ നോക്കാൻ വേണ്ടി മാത്രമേ പറഞ്ഞുള്ളൂ, അല്ലാതെ സ്വന്തമാക്കി വെക്കാനൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. എനിക്കിനി ഈ ഭൂമിയിൽ എൻ്റേതെന്ന് പറയാൻ എൻ്റെ കുഞ്ഞു മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് നമ്മുടെ പ്രതീക്ഷ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോഴത്തേക്കിനും അനിരുദ്ധും അനന്യയും ഒക്കെ തകർന്നു നിൽക്കുകയാണ്. ഇത്രയും കാലവും സ്വന്തം മകളെ പോലെ കരുതിയ സ്വരമോളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ടെൻഷൻ. ഇല്ല പ്രതീക്ഷ, ഇനി എനിക്ക് എൻ്റെ കുഞ്ഞിനെ വിട്ടുതരാൻ പറ്റില്ല എന്നും പറഞ്ഞ് അനന്യയാണെങ്കിൽ പ്രതീഷിനോട് സംസാരിച്ചു. അപ്പോൾ പ്രതീക്ഷ പറഞ്ഞു, കുറച്ച് ദിവസം ഞാൻ നിങ്ങൾക്ക് സമയം തരാം, ഞാനായിട്ട് സ്വരമോളോട് ഈ സത്യങ്ങളൊന്നും പറയില്ല, പക്ഷേ കാര്യങ്ങളൊക്കെ കൊച്ചിനെ പറഞ്ഞ് ധരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. ഇല്ലെങ്കിൽ ഈ പ്രതീക്ഷ ആരാണെന്നും പ്രതീക്ഷ എന്തൊക്കെ ചെയ്യുമെന്നുള്ളതും നിങ്ങൾ തിരിച്ചറിയുമെന്നും പറഞ്ഞ് പ്രതീക്ഷ ദേഷ്യത്തോടു കൂടി അവൻ്റെ റൂമിലേക്ക് കയറി പോവാ. പിന്നീടാണെങ്കിലോ നമ്മുടെ സച്ചിനെയും ശീതളിനെയും സരസ്വതി അമ്മയും ഒക്കെ കാണിക്കുകയാണ്. അപ്പോൾ ദാ സച്ചിൻ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് ശീതളാണെങ്കിൽ ഇതാ എന്തോ ഒരു ഫുഡ് കൊണ്ടുവന്ന് കൊടുത്തു. ഇത് കണ്ടതും അല്ല ഇന്ന് ഗീ റോസ്റ്റ് ഉണ്ടാക്കണമെന്നാണല്ലോ ഞാൻ പറഞ്ഞത്, നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ശീതളെന്ന് ചോദിച്ച് ശീതളിനോടൊന്ന് ദേഷ്യപ്പെട്ടു. അപ്പം ശീതള പറഞ്ഞു, സച്ചിനെ ഞാൻ ഒരുപാട് ജോലി ഈ വീട്ടിൽ ചെയ്യുന്നില്ലേ, അതും നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെയല്ലേ ചെയ്യുന്നത്, ഇന്ന് എനിക്ക് തീരെയും പറ്റില്ലായിരുന്നു, അതല്ല ഗീ റോസ്റ്റൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അത് തലേ ദിവസം തന്നെ പറഞ്ഞാലല്ലേ എനിക്ക് അരച്ചൊക്കെ വെക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞ് ഇവള് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധരിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും വട്ടനായതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. ഗീ റോസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ അത് ഈ നിമിഷം തന്നെ എനിക്ക് കിട്ടണം. ഏതാണ്ട് കുഞ്ഞു പിള്ളേർ വാശി പിടിക്കുന്ന പോലെ സച്ചിൻ ഇങ്ങനെ വാശി പിടിക്കുന്ന സമയത്ത് സരസ്വതി അമ്മ പറഞ്ഞു,
എടാ സച്ചിനെ, നീ കാര്യങ്ങളൊന്ന് മനസ്സിലാക്ക്. ഗീ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനമൊന്നും അല്ല. അതിന് തലേ ദിവസം മാവ് തയ്യാറാക്കണം. ഇപ്പം നീ അവളുണ്ടാക്കിയത് കഴിക്കടാന്ന് പറഞ്ഞു. ഈ കാര്യം പുള്ളിക്കാരനങ്ങ് തീരെയും പിടിച്ചില്ല. നമ്മുടെ സച്ചിനാണെങ്കിൽ എഴുന്നേറ്റ് നിന്നിട്ട് സരസ്വതി അമ്മയെ ഒന്ന് രൂക്ഷമായി നോക്കി. അതിനുശേഷം എനിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞില്ലേന്നും പറഞ്ഞ് പുള്ളിക്കാരൻ ആ പ്ലേറ്റ് എടുത്ത് ഒറ്റ പൊട്ടിക്കൽ. ഇത് കഴിഞ്ഞ് പേടിച്ച് വിറച്ച് നമ്മുടെ സരസ്വതി അമ്മ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പം സരസ്വതി അമ്മയുടെ നേരെ വിരലൊക്കെ ചൂണ്ടി പുള്ളിക്കാരൻ അങ്ങ് ചെന്നിട്ട് പറയുക, മര്യാദയ്ക്ക് ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ച് ഇവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നാൽ മതി, അല്ലെങ്കിൽ ഇവിടുന്ന് വിട്ടോണോന്ന് പറഞ്ഞു. എൻ്റെ പൊന്ന് സച്ചിനെ, ഞങ്ങൾ അതുപോലെ തന്നെ നിൻ്റെ ഭാര്യയും എത്രമാത്രം കഷ്ടപ്പെട്ടാണ് നിനക്ക് വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. എന്നിട്ട് നിനക്ക് അല്പമെങ്കിലും അവളോട് സ്നേഹം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഇവളോടോ ഞാൻ പറഞ്ഞത് ഗീ റോസ്റ്റാണ്, അതുണ്ടാക്കി തരാത്ത ഇവളെ എനിക്ക് എന്തിനാന്നും പറഞ്ഞ് പാവം നമ്മുടെ ശീതളിനെ പിടിച്ച് ഒറ്റ തള്ളങ്ങ് തള്ളി. അവളാണെങ്കിലോ തറയിൽ പോയി കൈയും കൊത്തി വീണു. അപ്പം കൈക്കൊക്കെ ഭയങ്കര പെയിനായിട്ട് നമ്മുടെ ശീതളിങ്ങനെ എഴുന്നേക്കാൻ പറ്റാണ്ട് വിഷമിക്കുമ്പോഴത്തേക്കിനും വേഗം സരസ്വതി അമ്മ വന്നു. എഴുന്നേക്ക് മോളെ, നീ ഇത്ര കണ്ട് കഷ്ടപ്പെട്ടിലാണ് ജീവിച്ചിരുന്നതെന്ന് അച്ചമ്മയ്ക്ക് ഇപ്പോഴാടി മനസ്സിലായത്. ഇനി ഈ പൊട്ടന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുക്ക്, കാലൻ അതൊക്കെ തിന്നട്ടെ എന്നും പറഞ്ഞ് സരസ്വതി അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ്. സച്ചിനാണെങ്കിലോ കലി പൂണ്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിയും പോയി. പിന്നീടാണെങ്കിലോ നമ്മുടെ സുമിത്രത ഓടിപ്പിടച്ച് വീട്ടിലേക്ക് വന്ന പാടെ തന്നെ അനിരുദ്ധിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, അനിരുദ്ധ് എവിടെ, പ്രതീക്ഷ എവിടെയെന്ന് ചോദിച്ചു. അമ്മേ അവൻ ഇവിടെ ഉണ്ടമ്മേ, അവൻ ദാ റൂമിലാണ്. എന്താ അമ്മ, എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടോ എന്ന് ചോദിക്കുമ്പം മോനെ, ആ രഞ്ജിത പറയുന്നതിനപ്പുറം ഇപ്പം അവൻ സഞ്ചരിക്കുന്നില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് അവനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. നമ്മളെക്കുറിച്ചിട്ട് അവന് വല്ലാത്തൊരു തെറ്റിദ്ധാരണയുണ്ട്, അതെല്ലാം മാറ്റിയെടുക്കണമെന്ന് പറഞ്ഞ് സുമിത്ര ഇങ്ങനെ അനിരുദ്ധിനോട് പറഞ്ഞു. അപ്പം അനിരുദ്ധാണെങ്കിലോ അമ്മ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അവനോട് സംസാരിച്ചാൽ ശരിയാവില്ല. അവൻ ദാ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ടാണ് റൂമിലേക്ക് പോയത്. പിന്നെ കുറച്ചെങ്കിലും അവൻ്റെ റൂമിൽ ചെല്ലുമ്പം ഒന്ന് തണുക്കുവാണെങ്കിൽ തണുക്കട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് അവനോട് സംസാരിച്ചാൽ മതിയെന്നും പറഞ്ഞ് അനിരുദ്ധ് അമ്മയെ വിലക്കുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മുടെ അനന്യയാണെങ്കിൽ സകല നിയന്ത്രണവും വിട്ടു. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരി പെട്ടിയൊക്കെ പാക്ക് ചെയ്യാണ്. ഇനി ശരിയാവില്ലല്ലോ, എന്തൊക്കെ വന്നാലും പ്രതീഷിൻ്റെ കുഞ്ഞാണ്. അപ്പം അവൻ ചോദിച്ചു വന്നത് കൊണ്ട് തന്നെ കൊച്ചിനെ തിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യണം. അങ്ങനെ അനന്യ പെട്ടിയുടെ അകത്ത് സാധനങ്ങളൊക്കെ വാരി അടുക്കുന്ന ആ ഒരു സമയത്ത് അനിരുദ്ധ് അങ്ങോട്ട് ചെല്ലുകയാണ്. അനിരുദ്ധ് ചെന്ന പാടെ തന്നെ, എൻ്റെ അനന്യ നീ ഇതെന്താ ചെയ്യുന്നത്? കണ്ടില്ലേ, തുണിയൊക്കെ മടക്കി വെക്കുന്നു. എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞാനും എൻ്റെ കുഞ്ഞും കൂടി എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. നിങ്ങളുടെ അനിയനും നിങ്ങളും നിങ്ങളുടെ അമ്മയും ഒക്കെ കൂടെ സന്തോഷമായിട്ട് ഇവിടെ ജീവിച്ചോന്ന് പറഞ്ഞു. നീ എന്ത് മണ്ടത്തരമായി ചെയ്യുന്നതെന്നും പറഞ്ഞ് അനിരുദ്ധാണെങ്കിൽ അനന്യയെ വിലക്കുകയാണ്. എന്നിട്ടും അനന്യ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെ കൊടുക്കാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് തന്നെയാണ് എന്നും പറഞ്ഞ് അവൾ സങ്കടപ്പെടുമ്പോഴത്തേക്കിനും എടി എനിക്ക് നിന്റെ മാനസികാവസ്ഥയൊക്കെ മനസ്സിലാവും. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ഒന്ന് സമാധാനമായിട്ട് കേൾക്ക്. ഈ സമയത്ത് നീ കുഞ്ഞുമായിട്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിന്റെ തേടി പ്രതീക്ഷ എവിടെ വേണേലും വരാം. അതുകൊണ്ട് നിനക്ക് കുഞ്ഞിനെ കുറച്ചു കാലം കൂടെ നിന്റെ കൂടെ നിർത്തണമെന്നാണെങ്കിൽ സമാധാനപരമായി ചിന്തിച്ചു നോക്ക്. അവനെ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കണം. കുഞ്ഞിന് നിന്നെയാണ് ഏറ്റവും ഇഷ്ടമെന്നും അതുപോലെ നമ്മളെ പിരിയാനായിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യമൊക്കെ അവനെ പറഞ്ഞ് ധരിപ്പിച്ചാൽ ഒരുപക്ഷെ അവൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അനന്യാണെങ്കിലോ എൻ്റെ കുഞ്ഞിനെ എങ്ങാനും എനിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നിങ്ങളും നിങ്ങളുടെ അനിയനും നിങ്ങളുടെ അമ്മയും മാത്രമേ ഈ വീട്ടിലുണ്ടാവുകയുള്ളൂ. ഈ അനന്യ ഈ വീട്ടിലുണ്ടാവില്ല എന്നും പറഞ്ഞ് അനന്യ അനിരുദ്ധമായിട്ടുള്ള ബന്ധം വരെ പിരിയും എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പം അനിരുദ്ധാണെങ്കിലോ താൻ വലിയ പ്രതിസന്ധിയിലാണ് പെട്ടിരിക്കുന്നതെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ആ ഒരു വിശേഷമൊക്കെ അവസാനിക്കുന്നത്. അപ്പോൾ അതാ ഇപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്